ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അച്ചപ്പത്തിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. അരിപ്പൊടിയോ തേങ്ങാപ്പാലോ ഒന്നും ഇല്ലാതെ 5 മിനിറ്റ് കൊണ്ട് അച്ചപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യാവൂ. സിമ്പിളും ക്രിസ്പിയുമായ അച്ചപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അച്ചപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യമായിട്ടൊരു പാത്രം എടുക്കുക. അതിനകത്തിലോട്ട് ഒരു മുട്ടയും കൂടി ചേർക്കാം. മുട്ട ചേർത്ത ശേഷം നമുക്ക് സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം. അച്ചപ്പം ഉണ്ടാക്കുന്നത് അരിപ്പൊടിയോ തേങ്ങാപ്പാലോ ഒന്നുമില്ലാതെ 5 മിനിറ്റ് കൊണ്ടാണ് അച്ചപ്പം ഉണ്ടാക്കുന്നത്. മൈദയും പശുവും പാലും ചേർത്താണ് അച്ചപ്പം ഉണ്ടാക്കുന്നത്. മുട്ടയൊന്ന് മിക്സ് ആയിട്ടുണ്ട്. അതിനകത്തിലോട്ട് 1/4 സ്പൂൺ ഉപ്പ് ചേർക്കാം. ഇതിനകത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഒട്ടും തരിയില്ലാതെ തന്നെ ഇളക്കണം. നല്ലവണ്ണം ഇളക്കിയിരിക്കണം. പൊടിച്ച പഞ്ചസാരയും ചേർക്കാവുന്നതാണ്. പൊടിച്ച പഞ്ചസാരയാകുമ്പോൾ ഇത്രയും ഇളക്കി യോജിപ്പിക്കേണ്ട ആവശ്യമില്ല. മുട്ടയും പഞ്ചസാരയും ഉപ്പും യോജിക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി മൈദ ചേർക്കാം. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് പഞ്ചസാര, 1 മുട്ട, 1.5 കപ്പ് പശുവും പാൽ, ഇതാണ് ഇതിൻ്റെ അളവ്. മൈദയും മുട്ടയുടെ മിക്സും നല്ലോണം യോജിക്കുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയും പശുവും പാൽ ചേർക്കാം. ആദ്യം കുറേശ്ശെ പാൽ വീതം ചേർക്കാം. ആദ്യം 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു. പോരാങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം. അച്ചപ്പത്തിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് ഒത്തിരി ലൂസാവാനോ കട്ടിയാവാനോ പാടില്ല. പശുവും പാൽ ഇപ്പം ഞാൻ 1.5 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് മതിയാവും. ബാറ്റർ കട്ടയില്ലാതെ ഈ രീതിയിലാവണം. ഇതിലേക്ക് 1 സ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ടേസ്റ്റിനും ഭംഗിക്കും വേണ്ടി 1 സ്പൂണ് കറുത്ത എള്ളു കൂടി ചേർക്കാം. അച്ചപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം. അച്ചപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് പാൻ ചൂടാക്കാം. അച്ച് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉണ്ടാക്കുന്നതിന് മുമ്പേ ബാറ്റർ നല്ലോണം ഇളക്കി കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് അച്ചപ്പത്തിൻ്റെ അച്ച് മുക്കി വെക്കണം. മാവിൽ മുക്കുന്നതിന് മുൻപേ ചൂടായ എണ്ണയിൽ എപ്പോഴും കുറച്ച് നേരം മുക്കി വെക്കണം. ചൂടായ എണ്ണയിൽ നിന്ന് അച്ച് എടുത്ത് മാവിൽ പകുതി മുക്കിയ ശേഷം ഉടനെ എണ്ണയിൽ അച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. അച്ച് ബാറ്ററിൻ്റെ പകുതി വരെ മുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ പകുതിയെ മുങ്ങിയ മാവ് എണ്ണയിലോട്ടിട്ടിട്ട് 1 സെക്കൻഡ് ഒന്ന് അനക്കി കൊടുക്കണം. ഇങ്ങനെ ഉടനെ ഇളകി വരും. അച്ചപ്പം തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം അച്ചപ്പം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഓരോ അച്ചപ്പം ഉണ്ടാക്കുമ്പോഴും അച്ച് നല്ലവണ്ണം ചൂടാവണം. ഗോൾഡൻ കളർ ആവുന്നവരെ തിരിച്ചു മറിച്ചു വിട്ട് കൊടുക്കാം. ഈ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ഓരോ പ്രാവശ്യം അച്ചപ്പം ഉണ്ടാക്കുമ്പോഴും ചൂടായ എണ്ണയിൽ അച്ച് മുങ്ങിക്കിടക്കണം. തീ കൂട്ടി വെക്കാതെ ലോ ഫ്ലെയിമിൽ ഇടാം. ഇടയ്ക്കിടയ്ക്ക് മാവ് 1 സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം. കട്ടിയായിട്ട് മാവ് അല്ലെങ്കിൽ താഴ്ന്നു കിടക്കും. ചൂടായ അച്ചാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇളകി കിട്ടും. അച്ചപ്പം തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. ഈ കളറാവുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളും ടേസ്റ്റിയുമായ അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. തേങ്ങാപ്പാൽ എടുക്കാൻ മടിയുള്ളവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം ആയിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റാം. ആറിക്കഴിയുമ്പോൾ ഒരു ഡബ്ബയിലിട്ട് അടച്ചു വെക്കാം. കുറച്ച് നാൾ ഇത് കേടാകാതെ ഇരിക്കും. നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായ അച്ചപ്പം ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന കൂട്ടുകാർക്ക് നന്ദി. തുടർന്നും സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.